Calicut University third semester Bcom students in the business regulations MCQ questions in the video ആണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് റെഗുലേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ടഫ് സബ്ജക്റ്റ് ആണ്, ഒരുപാട് സപ്ലിക്ക് ഉണ്ടാകുന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാനതിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും അതിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു റിവിഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു MCQ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ 200ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിതിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടായിട്ട് കുറേശ്ശെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ എല്ലാ പാർട്ടിലും വീഡിയോസ് കണ്ടുപോകണം. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും. നിങ്ങൾക്ക് മെയിൻ എക്സാം, അതായത് MCQ അല്ലാതെയുള്ള 2 മാർക്ക് ഷോർട്ട് എസ്സേയിലും സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കം ഇൻ ടു ഫോഴ്സ്. എന്നാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നത്? ഫ്രം 1 സെപ്റ്റംബർ 1872 മുതലാണ് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്ന വർഷം. ദെൻ കോൺട്രാക്ട് വിത്ത് മൈനർ ഈസ് വോയിഡ്. അതായത് നമുക്കറിയാം, ഒരു കോൺട്രാക്ട് വോയിഡ് ആവണമെന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ടിങ്ങിലെ തന്നെ ഒക്കെ ഒരു കോൺട്രാക്ട് വോയിഡ് ആവണമെന്നുണ്ടെങ്കിൽ 3 തരം ആളുകളുമായിട്ട് ഒരു കോൺട്രാക്ട് ഏർപ്പെടുകയാണെങ്കിൽ ആ ഒരു കോൺട്രാക്ട് വോയിഡ് ആയിട്ട് മാറും. അതിൽ ഒന്നാമത്തതാണ് മൈനർ. 18 വയസ്സിനും താഴെയുള്ള ഒരു കുട്ടിയുമായിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ, അണ്ടർ 18 ഇയേഴ്സ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ മൈനർ എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡുള്ള ഒരു വ്യക്തി. ഓക്കെ, അൺസൗണ്ട് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് ഉള്ള ഒരാളുമായിട്ട് നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ക്രിമിനൽസ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഈ 3 വ്യക്തികളുമായിട്ട്, ഈ 3 തരം ആളുകളുമായിട്ടാണ് നമ്മുടെ കോൺട്രാക്ട് എന്നുണ്ടെങ്കിൽ ഫ്രം ദ വെരി ബിഗിനിങ് ആ കോൺട്രാക്ട് വോയിഡ് ആയിട്ട് മാറും. അപ്പൊ ഇതിൽ വരുന്ന ഒരാളാണ് മൈനർ അല്ലെ. അപ്പൊ മൈനേഴ്സുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ആ കോൺട്രാക്ട് വോയിഡ് ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ സ്റ്റാർട്ടിങ്ങിലെ തന്നെ ഒരു കോൺട്രാക്ട് വോയിഡ് ആയിട്ട് മാറുന്നതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറയുന്നത്. ഒരു തവണ 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് വോയിഡ് അബ് ഇനീഷ്യോ എന്നുള്ളത്. അപ്പൊ കൃത്യമായിട്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്ത ചോദ്യമാണ്, third question, agreement caused by a bilateral mistake of fact is void. അപ്പോൾ ബൈലാറ്ററൽ എന്ന് വെച്ചാൽ 2 പേരുടെ ഭാഗത്തുനിന്നും വരുന്ന ഒരു മിസ്റ്റേക്കിനെയാണ് നമ്മൾ ബൈലാറ്ററൽ മിസ്റ്റേക്സ് എന്ന് പറയുക. ടൈപ്സ് ഓഫ് മിസ്റ്റേക്സ് നിങ്ങൾ പഠിക്കണം. യൂണിലാറ്ററലും ബൈലാറ്ററലും തമ്മിലുള്ള ഡിഫറൻസ് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. സോ അത് വോയിഡ് ആണ് ആൻസർ. വിച്ച് ഓഫ് ദീസ് ഈസ് എ വേജറിംഗ് കോൺട്രാക്ട്? വേജറിംഗ് കോൺട്രാക്ട് ഇതിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ലോട്ടറിയാണ് വേജറിംഗ് കോൺട്രാക്റ്റിൽ വരുന്നത് കേട്ടോ. ദെൻ അടുത്തത്, വേജറിംഗ് എന്ന് വെച്ചാൽ ബെറ്റ് വെക്കുന്ന പോലെ ഒരു സിസ്റ്റം ആണ്. ദെൻ അടുത്തത്, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ. പ്രോമിസ് വെക്കുന്ന ആളാണ് കൺസിഡറേഷൻ പറയും. നീ എനിക്ക് 50,000 രൂപയ്ക്ക് വണ്ടി തരണം. കണ്ട, ഒരു പ്രോമിസർ ആണ് കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത്. കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മണി വാല്യൂ, അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യമുള്ള മറ്റെന്തെങ്കിലും സാധനങ്ങൾ. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മളിവിടെ മണി കേസാണ് പറയുക. അപ്പൊ അതാണ് കൺസിഡറേഷൻ. ദെൻ എ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബിറ്റ്വീൻ ദ പാർട്ടീസ് ബൈ വേർഡ്. അതായത് നമ്മൾ സ്പോക്കൺ ചെയ്തിട്ട് വേർഡായിട്ട് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അത്തരം കോൺട്രാക്റ്റ് ആണ് എക്സ്പ്രസ് കോൺട്രാക്ട്. ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. അപ്പൊ ഇതിലെല്ലാം നമ്മൾ പഠിക്കണം. എക്സ്പ്രസ് കോൺട്രാക്ട് എന്താണ്, ക്വാസി എന്താണ്, ഇംപ്ലൈഡ് എന്ന് പറയുമ്പം ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ഉദാഹരണമൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ടൈപ്സ് പഠിക്കുക. Then when an offer can be accepted only by the person to whom it is made is called a specific offer. ഇതൊക്കെ ഓഫറുകളുടെ ടൈപ്സ് ആണ്. Then a promise to subscribe to a charity is a void agreement. ചാരിറ്റിയിലേക്കുള്ള ഇതിനെ നമ്മൾ void agreement ആയിട്ടാണ് കണക്കാക്കുക. Then a contract for the benefit of a minor entered into by a manager, അത് വാലിഡ് ആണ് എന്നാ പറയുന്നത്. അതായത് മൈനറുടെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു കോൺട്രാക്ട് ആണെങ്കിൽ, ഇപ്പൊ മൈനർക്ക് സാധനങ്ങൾ നെസസിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ മൈനറുടെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു കോൺട്രാക്ട് ആണെങ്കിൽ അത് വോയിഡ് അല്ല. മൈനറുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോഴാണ് അത് വോയിഡ് ആയിട്ട് മാറുന്നത്. മൈനർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, മൈനറുടെ ബെനിഫിറ്റിന് വേണ്ടി, മൈനറുടെ എഡ്യൂക്കേഷന് വേണ്ടി അങ്ങനെയൊക്കെ കൊടുക്കുന്ന കോൺട്രാക്ട് ആണെങ്കിൽ അത് വാലിഡ് ആണ്.
two or more persons are said to consent when they agree upon the same thing in the same sense. അതാണ് സെയിം തിങ് ഇൻ ദ സെയിം സെൻസ് എന്നാണ് പറയുക. യൂണിറ്റി ഓഫ് മൈൻഡ് എന്നാണ് നമ്മൾ അതിനെ പറയുക അല്ലെ. അതായത് രണ്ട് വ്യക്തികളും ഒരേ കാര്യം ഒരേ സെൻസിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്തത് ദ ടേം ക്വൈറ്റ് പ്രോ ക്വോ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. നമുക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടാന്ന് പറയില്ലേ, സംതിങ് ഇൻ റിട്ടേൺ എന്നാണ് ആ ടേമിന്റെ മീനിങ് വരുന്നത്. Then അടുത്തത് which of the following is not an essential element of a valid contract. വാലിഡ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ എലമെന്റ് അല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 10 എസെൻഷ്യൽ എലമെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാം എന്താ പറയാ 1 by 1 ആയിട്ട് കൃത്യമായിട്ട് പഠിക്കണം. കാരണം നമ്മുടെ എസ്സേക്ക് വരാറുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ ഇതില് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ആൻസർ വരുന്നത് അഡീക്വസി ഓഫ് കൺസിഡറേഷനാണ്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, അഡീക്വസി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്തതാണ് അതിൽ. അപ്പൊ അതാണ് ആൻസർ. then അടുത്തത് ഇഫ് എ കോൺട്രാക്ട് പ്രൊവൈഡ്സ് ഫോർ ദി പേയ്മെന്റ് ഓഫ് എ സർട്ടൻ എമൗണ്ട് ഓൺ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് സച്ച് പേയ്മെന്റ് ഈസ് കോൾഡ് ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്നാണ് അതിനെ പറയുന്നത്. The effect of refusal to accept a properly made offer of a performance is that the promisor is not responsible for non-performance and sue the promisee for the breach of the contract. അതായത് കൃത്യമായിട്ട് രണ്ടുപേരും ഒരു പ്രോമിസറും പ്രോമിസിയും ചേർന്ന് നടത്തിയ ഒരു കോൺട്രാക്റ്റ് ആണ്. എന്തോ ഒരു കാര്യം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പക്ഷേ ആ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാതെ റിഫ്യൂസ് ചെയ്യാണ് നമ്മുടെ പ്രോമിസി ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോമിസർക്ക് പ്രശ്നമൊന്നുമില്ല. പ്രോമിസർക്ക് ഇതിൽ റെസ്പോൺസിബിൾ അല്ല. നോൺ പെർഫോമൻസ്, ഈ ഒരു കാര്യം പെർഫോം ചെയ്യാതെ ഇരുന്നതിൽ പ്രോമിസർക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. പക്ഷെ പ്രോമിസിയുടെ പേരിൽ നമുക്ക് കരാർ ലംഘനം നടത്തിയതിൽ കേസ് കൊടുക്കാൻ പറ്റും. Which of the following case is not covered by the concept of supervening impossibility? Supervening impossibility ന്റെ കോൺസെപ്റ്റിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ് ആണ് പെടാത്തത്. In which of the following circumstances a contract can be treated as discharged under the concept of supervening impossibility? ചേഞ്ച് ഇൻ ഇമ്പോർട്ട് പോളിസി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇമ്പോർട്ട് പോളിസിയിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി കോൺസെപ്റ്റിൽ നമ്മളിത് ഡിസ്ചാർജ് ചെയ്തതായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. Then under the Contract Act 1872 a person is said to be of sound mind for the purpose of making a contract if ഇപ്പോൾ ഒരു സൗണ്ട് മൈൻഡ്, അതായത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്ത മാനസിക പ്രശ്നങ്ങളില്ലാത്തൊരു വ്യക്തി, ആളെയാണ് നമ്മൾ സൗണ്ട് മൈൻഡ് എന്ന് പറയാം. അപ്പോൾ സൗണ്ട് മൈൻഡുള്ള ഒരു വ്യക്തിയുടെ കേസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഹി ഈസ് ക്യാപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ കോൺട്രാക്ട്, ഫോമിങ് എ റാഷണൽ ജഡ്ജ്മെന്റ് ആസ് ടു ഇറ്റ്സ് എഫക്ട് അപ്പോൺ ഹിസ് ഇൻട്രസ്റ്റ്. ആൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അങ്ങോട്ട് തിരിച്ചൊക്കെ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും ആളുടെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടായിരിക്കുക. ദാറ്റ് ബിക്കോസ് ഓഫ് ആൾ സൗണ്ട് മൈൻഡുള്ള വ്യക്തിയാണ്. മനസ്സിലായോ? ദെൻ അടുത്തത് a positive assertion in a manner not warranted by the information of the person making it of that which is not true though he believes it to be true is said to be a misrepresentation ആണ് ആൻസർ. മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു എന്താ പറയാ, ആള് ഇത് ശരിയാണ് എന്ന് വിശ്വസിച്ചിരുന്നു, സത്യമാണ് എന്ന് വിശ്വസിച്ചിരുന്നു, പക്ഷെ അത് സത്യമായിരുന്നില്ല. അത്തരം കേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിസ്റെപ്രസെന്റേഷൻ. കണ്ടോ, വിച്ച് ഇസ് നോട്ട് ട്രൂ ദോ ഹി ബിലീവ്സ് ഇറ്റ് ടു ബി ട്രൂ. ആളത് ട്രൂ ആണ് എന്ന് വിശ്വസിച്ചിരുന്നു, പക്ഷെ ആക്ച്വലി അത് ട്രൂ അല്ല. അതിനെയാണ് നമ്മൾ മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയാ. ഒരു മൈനർക്ക് ആരാവാൻ സാധിക്കും? ഒരു ഏജന്റ് ആവാനായിട്ട് ഒരു മൈനർക്ക് സാധിക്കും. ദ കൺസെന്റ് ഇസ് സെഡ് ടു ബി ഫ്രീ, അതായത് കൺസെന്റ് ഫ്രീ കൺസെന്റ് ആണ്, പൂർണ്ണ സമ്മതമുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് നോട്ട് ദി റിസൾട്ട് ഓഫ് കൊഹഷൻ ഓർ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓർ ഫ്രോഡ് ഓർ മിസ്റെപ്രസെന്റേഷൻ ഓർ മിസ്റ്റേക്ക്. ഇതൊന്നും അതിലുണ്ടാവാൻ പാടില്ല. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ കൺസെന്റ് ഇല്ല എന്നാണ്. അപ്പൊ ഈ കേസസ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഫ്രീ കൺസെന്റ് ഉണ്ട് എന്നാണ് അർത്ഥം. Then which of the following may employ an agent? ഒരു ഏജന്റിനെ എംപ്ലോയ് ചെയ്യാൻ പറ്റുന്നത് any person who is the age of majority according to the law of which he is subject and who is of sound mind.
മെജോറിറ്റി ആയ ആള്, അതായത് എബവ് 18 ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ള ഒരാള്, പിന്നെ എന്താ പറയാ ആള് ലോ അംഗീകരിച്ചിട്ടുള്ള ഒരാളായിരിക്കണം. ദാറ്റ് മീൻസ് ഒരു ക്രിമിനലോ കാര്യങ്ങളോ ഒന്നും ആവാനായിട്ട് പാടില്ല. പിന്നെ സൗണ്ട് മൈൻഡ് ഉള്ള ഒരാളായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആർക്കൊക്കെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവാൻ പാടില്ല. അപ്പൊ ആ ഒരു വ്യക്തികൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻ്റർ ആവാൻ പറ്റുന്നവരാരാണ്? അപ്പൊ മേജർ, പിന്നെ ലോ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആള്, സൗണ്ട് മൈൻഡ് ഉള്ള ആള്. ഈ 3 ആളുകൾക്കും ഒരു ഏജന്റിനെ എംപ്ലോയ് ചെയ്യാനും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും സാധിക്കും. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദർ ഷുഡ് ബി എ പ്രോമിസ് ടു പേ മണി ഓൺലി. പൈസ മാത്രം നമ്മൾ എന്താ പറയാ കൈമാറാം എന്നുള്ള ഒരു പ്രോമിസ് അങ്ങനെ ആയിരിക്കണം എന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെയില്ല. നമുക്ക് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ മണി ഓർ മണി വാല്യൂലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് പറ്റും. അടുത്തത്, ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 അപ്ലൈസ് ടു ദി all of India excluding Jammu and Kashmir. അതായത് എക്സെപ്റ്റ് ദി ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ് പറഞ്ഞത്. ജമ്മു ആൻഡ് കാശ്മീർ ഒഴിച്ച്, എക്സ്ക്ലൂഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ച് എന്നുള്ള അർത്ഥം തന്നെയാണ്, അവിടെ ഇല്ല. അപ്പോൾ നമ്മുടെ ഒരു കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന നിയമം, ആ ഒരു കോൺട്രാക്ട് നിയമം നമ്മുടെ ഇന്ത്യയിൽ ജമ്മു ആൻഡ് കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രം വന്നിട്ടില്ല? അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ജനറൽ നോളജ് എന്നുള്ള രീതിക്ക് പറഞ്ഞുതരാം. ജമ്മു ആൻഡ് കാശ്മീർ, നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഭരണഘടന നമ്മുടെ എല്ലാവർക്കും ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജമ്മു ആൻഡ് കാശ്മീരിന് മാത്രം, അവര് മാത്രം സെപ്പറേറ്റ് ഒരു ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ വരുന്ന പല നിയമങ്ങളും ജമ്മു ആൻഡ് കാശ്മീർ ആക്സെപ്റ്റ് ചെയ്യില്ല. ബിക്കോസ് അവർക്ക് സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നിയമങ്ങൾ ഇറക്കുന്നതും ഒക്കെ. അപ്പോൾ ഇന്ത്യയിൽ എല്ലാവരും അംഗീകരിച്ചാലും ഇന്ത്യയുടെ ഒരു പാർട്ട് തന്നെയാണ് ജമ്മു ആൻഡ് കാശ്മീർ. പക്ഷെ ജമ്മു ആൻഡ് കാശ്മീരിന് സെപ്പറേറ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ട് ഇന്ത്യയിൽ വരുന്ന പല നിയമങ്ങളും അവർ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്നുള്ള ഒരു ആക്ട് 1872 വന്നപ്പോഴും ജമ്മു ആൻഡ് കാശ്മീർ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ദേ ഹാവ് ദെയർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ ആയല്ലോ? ഇനി 24ാമത്തെ ചോദ്യം, എ ജസ്റ്റ് ഇൻ പേഴ്സണം മീൻസ് എ റൈറ്റ് എഗൈൻസ്റ്റ് എ സ്പെസിഫിക് പേഴ്സൺ. ഒരു സ്പെസിഫിക് പേഴ്സൺ എതിരായിട്ടുള്ള ഒരു റൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ ജസ്റ്റ് ഇൻ പേഴ്സണം എന്നുള്ളത്. 25ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ്? അപ്പൊ ഇവർ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ്. അപ്പൊ എയും ബിയും നമുക്കൊന്ന് വായിച്ചു നോക്കാം. എൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഇസ് എ കോൺട്രാക്ട്. ഒരു എഗ്രിമെന്റ്, നിയമം അംഗീകരിച്ച്, എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറഞ്ഞാൽ എന്താ? നിയമം അംഗീകരിച്ചിട്ടുള്ള. ഓക്കെ, അപ്പൊ നിയമം അംഗീകരിച്ചിട്ടുള്ള, നിയമത്തിന്റെ സാധ്യതകളുള്ള ഒരു എഗ്രിമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സത്യമാണ്. എൻ എഗ്രിമെന്റ് ഈസ് ആൻ ആക്സെപ്റ്റഡ് പ്രൊപ്പോസൽ. ആക്സെപ്റ്റ് ചെയ്തില്ല, ആദ്യം ഒരു ഓഫറും ആക്സെപ്റ്റൻസും ആയിരിക്കും. ആ ഒരു ഓഫർ ഒരു വ്യക്തി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് എഗ്രിമെന്റ് എന്നാണ് വിളിക്കുക. അതിനുശേഷം ആ എഗ്രിമെന്റിൽ ലോന്റെ ടേമും കൂടി വന്നു കഴിഞ്ഞാലാണ് അത് കോൺട്രാക്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ഓക്കെയാണ്. സോ ബോത്ത് എ ആൻഡ് ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 26ാമത്തെ ചോദ്യം, എ കോൺട്രാക്ട് ഇസ് മെയ്ഡ് വേർ. ഓക്കെ, അപ്പോൾ എ കോൺട്രാക്ട് ഇസ് മെയ്ഡ് വേർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. എക്സ് എഗ്രീസ് വിത്ത് വൈ ടു ഡിസ്കവർ എ ട്രഷർ ബൈ മാജിക്. ഒരു മാജിക്കിലൂടെ ഒരു നിധി കണ്ടെത്തി തരാം എന്നാ പറയുന്നത്. അത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ അത് ഓൺ ദ സ്പോട്ട് തന്നെ വോയിഡ് ആയിട്ട് മാറി. വോയിഡ് അബ് ഇനീഷ്യോ അല്ലെ, സ്റ്റാർട്ടിങ്ങിലെ തന്നെ അത് വോയിഡ് ആയിട്ട് മാറി, നടക്കാത്ത കാര്യമാണ്. എന്നാൽ അടുത്തത് എക്സ് ബിഡ്സ് അറ്റ് എ പബ്ലിക് ഓപ്ഷൻ. അതായത് ഓപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ലേലം വിളിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതും വോയിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിഡ് വെക്കുക എന്നൊക്കെ പറയുന്നത് വോയിഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതും ക്യാൻസൽ ആയി പോയി. ദെൻ അടുത്തത് ഓപ്ഷൻ സി, എക്സ് ടേക്സ് എ സിറ്റ് ഇൻ എ പബ്ലിക് ഒമിനി ബസ്. അതായത് ഒരു പബ്ലിക് ഒമിനി ബസ്സിൽ കയറി യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. അത് നമുക്ക് നമുക്കത് ചിന്തിക്കാം. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് എ പ്രോമിസസ് ഇൻ റൈറ്റിംഗ് ടു ഗീവ് ₹500 to Y. അപ്പൊ ഇവിടെ എക്സ് വൈക്ക് പ്രോമിസ് ചെയ്യാണ്, എഴുതിക്കൊണ്ടാണ് പ്രോമിസ് ചെയ്യുന്നത്. ₹500 തരാം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രോമിസേ ആയിട്ടുള്ളൂ, അവിടെ ഒരു കോൺട്രാക്ട് അവിടെ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒമിനി ബസ്സിൽ യാത്ര ചെയ്തതാണ്.
അപ്പൊ ഇത് ആക്ച്വലി ഒരു കോൺട്രാക്ട് ആണ്. എന്ത് കോൺട്രാക്ട് ആണ്? ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്, താനേ സംഭവിക്കുന്ന ഒരു കോൺട്രാക്ട്. ഇവിടെ നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, പബ്ലിക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ആ ഒരു യാത്ര ചെയ്യുന്ന ആള് അവിടുത്തെ കണ്ടക്ടർക്ക് പൈസ കൊടുക്കണം അല്ലെ. അപ്പൊ ആ ഒരു കണ്ടക്ടർ കൃത്യമായിട്ട് അയാളെ ആ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് ഇറക്കി കൊടുക്കുന്നു. ഇവിടെ ആ ഒരു കണ്ടക്ടറും ട്രാവൽ ചെയ്യുന്ന ആളും തമ്മിൽ ഒരു അഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് സൈൻ വാങ്ങി, ഓക്കെ കോഴിക്കോട് മുതൽ തൃശ്ശൂർ വരെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വാങ്ങിച്ചിട്ടില്ല. പക്ഷെ ഇത് താനേ സംഭവിക്കുന്നതാണ്. ഒരു ബസ്സിൽ കയറി നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കണ്ടക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ആളെ കൃത്യസമയത്ത് ഇറക്കുക എന്നുള്ളത്, കൃത്യസ്ഥലത്ത് ഇറക്കുക എന്നുള്ളത്. ദെൻ ആ ഒരു പൈസ കൊടുക്കുക എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ ആ ഒരു യാത്ര ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൺസിഡറേഷൻ വന്നിട്ടുണ്ട്. രണ്ടുപേരുടെ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടാണ് ആ ഒരു കൺസിഡറേഷൻ കൊടുത്തതും കാര്യങ്ങൾ ഡീൽ ചെയ്തതും ഒക്കെ. സോ ഇത് ഇംപ്ലൈഡ് കോൺട്രാക്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ മിനി ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ് കോൺട്രാക്ട് ആയിട്ട് ഇവിടെ വരുന്നത്. ദെൻ അടുത്തത് റൈറ്റ് ഇൻ റം ഇംപ്ലൈസ്. റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? എ റൈറ്റ് അവൈലബിൾ എഗൈൻസ്റ്റ് ദ ഓൾ വേൾഡ്. ഓക്കെ, അടുത്തത് എ വോയിഡ് അഗ്രിമെന്റ് ഈസ് വൺ വിച്ച് ഈസ് നോട്ട് എൻഫോഴ്സബിൾ ഇൻ എ കോർട്ട് ഓഫ് ലോ. വോയിഡ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആ അഗ്രിമെന്റിനെ. പിന്നെ അത് പോയിട്ട് കോടതിയിൽ പോയിട്ട് വാദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നോട്ട് എൻഫോഴ്സബിൾ ഇൻ എ കോർട്ട് ഓഫ് ലോ. Then in case of void agreements, collateral transactions are not affected. Collateral transactions affect ചെയ്യുന്നില്ല. 30ാമത്തെ general offer can be accepted by any person having notice of it. ആർക്ക് വേണമെങ്കിലും general offer accept ചെയ്യാവുന്നതാണ്. Which of the following does not constitute valid acceptance? Valid acceptance അല്ലാത്തതാണ്. It has been presumed from silence of offering. നമ്മൾ എന്താ പറയുക, ഓഫറർ ഉണ്ടായിരിക്കും, ഓഫറിയും ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്ന ആള് മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒരിക്കലും ഒരു എന്തായിട്ട് കരുതില്ല, ആക്സെപ്റ്റൻസ് ആയിട്ട്, വാലിഡ് ആക്സെപ്റ്റൻസ് ആയിട്ട് നമ്മൾ കരുതില്ല. Which of the following is not the illegal requirements of a valid offer? വാലിഡ് ഓഫറിന്റെ ഇല്ലീഗൽ റിക്വയർമെന്റ്സ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു എ സ്പെസിഫിക് പേഴ്സൺ ആൻഡ് നോട്ട് ടു എ പബ്ലിക് അറ്റ് ലാർജ്. ഒരു വാലിഡ് ഓഫർ എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക്കിലേക്ക് കൊടുക്കുന്നതല്ല, ഒരു സ്പെസിഫിക് പേഴ്സണിലേക്ക് കൊടുക്കുന്നതാണ്. Then 33ാമത്തെ ചോദ്യം, ആസ് എ ജനറൽ റൂൾ an agreement made without consideration. കൺസിഡറേഷൻ ഇല്ലാതെ നമ്മൾ നടത്തുന്ന ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ അത് വോയിഡ് ആണ്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഒരു എഗ്രിമെന്റ് ആണെങ്കിലും എന്താ പറയുക കോൺട്രാക്ട് ആണെങ്കിലും ഒക്കെ അവിടെ ഒരു കൺസിഡറേഷൻ വേണം. ഓക്കെ, അപ്പൊ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അത് വോയിഡ് ആയി തന്നെയാണ് അർത്ഥം. Then an agreement made with a free consent to which consideration is lawful but inadequate is valid. ഓക്കെ, അതായത് ഒരു അഗ്രിമെന്റ് ആണ്, അവിടെ ഫ്രീ കൺസെന്റ് ഉണ്ട്, കൺസിഡറേഷൻ ലോഫുൾ ആണ്, പക്ഷെ ഇനാഡിക്വേറ്റ് ആണ്, കുഴപ്പമില്ല, അത് വാലിഡ് ആയിരിക്കും. ദെൻ അടുത്തത് ഫോർ ദി എൻഫോഴ്സ്മെന്റ് ഓഫ് പ്രോമിസ് ടു പേ എ ടൈം ബേസ്ഡ് ഡെപ്റ്റ് വിതൗട്ട് കൺസിഡറേഷൻ വിച്ച് ഓഫ് the following condition is not required? It must be registered in court of law. അതായത് ഇപ്പൊ ടൈം ബേസ്ഡ് ഡെപ്റ്റിന് വേണ്ടി നടത്തുന്ന ഒരു പ്രോമിസ് ആണെങ്കിൽ, അത് കൺസിഡറേഷൻ ഒന്നും ഇല്ല, ടൈം ബേസ്ഡ് ഡെപ്റ്റിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പ്രോമിസ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് കോർട്ട് ഓഫ് ലോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത ചോദ്യം, എ കോൺട്രാക്ട് ഇസ് ഡിസ്ചാർജ്ഡ് ബൈ ദ ബ്രീച്ച് വെൻ എ പാർട്ടി ടു എ കോൺട്രാക്ട്. ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു കോൺട്രാക്ട് കരാർ ലംഘനം നടത്തി ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ അതിൽ ഏതൊക്കെയാണ് വരണമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദി എബവ് ആണ് കേട്ടോ. ഞാൻ പിന്നെ സെപ്പറേറ്റ് വായിക്കുന്നില്ല അത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഇതാണ്, എൻ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി ഡിസ്ചാർജ് ദി കോൺട്രാക്ട് എന്നുള്ളതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി ഡിസ്ചാർജ് ദി കോൺട്രാക്ട്. അടുത്തത് the doctrine of impossibility of performance rendering a contract as void is based on a supervening impossibility. Doctrine of impossibility of performance ഇതിൽ വരുന്നതാ supervening impossibility. Because of supervening event, the promisor is excused from the performance of the contract is known as doctrine of frustration. Doctrine of frustration ഒക്കെ 2 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ടേം ആണ് കേട്ടോ. Then which of the following is correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A novation means making a new contract in the place of an old contract. പഴയ കോൺട്രാക്ടിന്റെ സ്ഥാനത്ത് പുതിയ കോൺട്രാക്ട് മേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ നൊവേഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്തത് ഡാഷ് ഇൻഡിക്കേറ്റ്സ് ദ പാർട്ടീസ് ആർ നോട്ട് ഫർദർ ബൗണ്ട് അണ്ടർ ദി കോൺട്രാക്ട്.
അതായത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് നമ്മൾ ക്യാൻസൽ ആക്കുകയാണ്, കഴിഞ്ഞു, ആ ഒരു കോൺട്രാക്ട് കഴിഞ്ഞു. അപ്പൊ അതാണ് പറയുന്നത്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ നോട്ട് ഫെർദർ ബൗണ്ട് അണ്ടർ ദി കോൺട്രാക്ട്. കോൺട്രാക്ടിന്റെ അണ്ടറിൽ വരില്ലേനത്, കാരണം അത് ആ ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി പോയി. അടുത്തത് എക്സ് കോൺട്രാക്ട്സ് ടു സെൽ ഹിസ് സ്കൂട്ടർ ടു വൈ ഫോർ ₹50,000. 50,000 രൂപയ്ക്ക് എക്സ് വൈക്ക് സ്കൂട്ടർ കൊടുക്കാം എന്നുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ആൻഡ് വൈ അഗ്രീസ് ടു പേ ഓൺ ഡെലിവറി. അപ്പോൾ വൈ ആണെങ്കിൽ അത് എന്താണ്, പൈസ തരാമെന്ന് പറഞ്ഞു, ഡെലിവറി ടൈമിൽ പൈസ തരാമെന്ന് പറഞ്ഞു. ബോത്ത് പാർട്ടീസ് പെർഫോം ദെയർ പ്രോമിസസ്. അപ്പൊ രണ്ട് കൂട്ടരും പറഞ്ഞ പോലെ അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. ദിസ് ഇസ് കോൾഡ് ദി ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്. അപ്പൊ ഇതിന് വിളിക്കുന്ന പേരെന്താ? ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്. ഞാൻ തരാമെന്ന് പറഞ്ഞു, അയാൾ പൈസ തന്നു, ഞങ്ങൾ വണ്ടി കൊടുത്തു, അവിടെ കഴിഞ്ഞു. ഞങ്ങളുടെ രണ്ടുപേരുടെ കടമകളും ഒബ്ലിഗേഷൻസും അവിടെ ഫുൾഫിൽ ചെയ്തു. ഒബ്ലിഗേഷൻസ് എന്നാ പറയാ, കടമകളെ, ചുമതലകളെ. അപ്പൊ ആ ഒരു ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്ത് രണ്ടുപേരും കൃത്യമായിട്ട് ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കോൺട്രാക്ട് എന്താണ്? ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് എന്നാ പറയാ. രണ്ടു കൂട്ടർ അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചു. 43ാമത്തെ ചോദ്യം, അസൈൻമെന്റ് ബൈ ദി ഓപ്പറേഷൻ ഓഫ് ലോ ടേക്ക് പ്ലേസ് ബൈ ദ ഡെത്ത് ഓഫ് എ പാർട്ടി ടു എ കോൺട്രാക്ട്. അടുത്തത്, ദി ഒറിജിനൽ കോൺട്രാക്ട് നീഡ്സ് നോട്ട് ടു ബി പെർഫോംഡ് ഇഫ് ദർ ഈസ് എ റെസഷൻ, ഓൾട്രേഷൻ, നൊവേഷൻ. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ആദ്യത്തെ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ടി വരില്ല. കാരണം ഇതിനൊക്കെ പകരം പുതിയൊരു കോൺട്രാക്ട് അവിടെ രൂപപ്പെടുന്ന സിറ്റുവേഷൻസ് ആണ് റെസഷൻ, ഓൾട്രേഷൻ, നൊവേഷൻ എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഏത് വേണമെങ്കിലും 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ടേംസ് ആണ് കേട്ടോ. ദെൻ റെസഷൻ ഓഫ് എ കോൺട്രാക്ട് മീൻസ് എന്താണ്? റെസഷൻ എന്ന് പറഞ്ഞാൽ ടെർമിനേഷൻ ഓഫ് ദി കോൺട്രാക്ട്. പിന്നെ when the parties mutually agree to change the certain terms, അതിലെ കുറച്ച് ടേംസ് മാത്രം നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനെ ഓൾട്രേഷൻ എന്നാണ് പറയാം. ഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റെസഷൻ ആണ്. അതിൽ ചില ടേംസ് മാത്രം മാറ്റുകയാണെങ്കിൽ അത് ഓൾട്രേഷൻ ആണ്. ദെൻ എന്താണ്? ഇഫ് എ പേഴ്സൺ ആക്സെപ്റ്റ് ദ ലെസർ സം ഓഫ് മണി ദാൻ വാട്ട് വാസ് കോൺട്രാക്റ്റഡ് ഫോർ, അതിനെ വിളിക്കുന്ന പേര് റെമിഷൻ എന്നാണ്. അതായത് 2000 രൂപയ്ക്കായിരുന്നു കോൺട്രാക്ട്, പക്ഷെ 2000 തന്നില്ലെങ്കിൽ വേണ്ട, നീ ഒരു 1000 തായോ എന്ന് നമ്മൾ പറയില്ലേ, അതിനെയാണ് റെമിഷൻ എന്ന് പറയാ. ലെസർ സം ഓഫ് മണി, പറഞ്ഞതിനേക്കാളും കുറവ് പൈസയുടെ ഡീലിംഗ് ആയിരിക്കും അവിടെ ഇനി നടത്തുന്നുണ്ടായിരിക്കാം. ദെൻ അടുത്തത്, ഇന്റൻഷണൽ റിലിൻക്വിഷ്മെന്റ് ഓഫ് എ റൈറ്റ് അണ്ടർ ദി കോൺട്രാക്ട് ഈസ് കോൾഡ് എ വേവർ. വേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവിംഗ് അപ്പ് എന്നാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കും. ഗിവിംഗ് അപ്പ് എന്നുള്ളൊരു മീനിങ് ആണ്, ഉപേക്ഷിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ വേവറിൽ വരുന്നത്. ദെൻ അടുത്തത് 49ാമത്തെ, വേർ എ പാർട്ടി ടു കോൺട്രാക്ട് ട്രാൻസ്ഫേഴ്സ് ഹിസ് റൈറ്റ്സ് അണ്ടർ ദി കോൺട്രാക്ട് ടു അനദർ പേഴ്സൺ, ഇറ്റ് ഈസ് ലീഗലി നോൺ ആസ് അസൈൻമെന്റ് ഓഫ് എ കോൺട്രാക്ട്. അതായത് കോൺട്രാക്ട് പ്രകാരം അല്ലെങ്കിൽ നിയമവശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ലീഗലി തന്റെ എന്താ പറയുക റൈറ്റ്സ് ഒക്കെ വേറൊരു വ്യക്തിക്ക് കൈമാറുകയാണ്. അപ്പൊ ഇത് നല്ലതാണ്, കുഴപ്പമില്ല, നമുക്ക് ഇത് അസൈൻ ചെയ്യാനായിട്ട് പറ്റും. അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട് എന്നാണ് ഇതിനെ പറയുന്നത്. ദെൻ അടുത്തത്, പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് മീൻസ് എന്താണ്? പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പെർഫോമിംഗ് ഓൾ ദ പ്രോമിസസ് ആൻഡ് ഫുൾഫില്ലിംഗ് ഓൾ ദ ഒബ്ലിഗേഷൻസ് ബൈ ഓൾ ദ പാർട്ടീസ്. അതിൽ എത്ര പാർട്ടീസ് ഉണ്ടോ അവരെല്ലാ തരത്തിലുള്ള അവരുടെ ഒബ്ലിഗേഷൻസും ഫുൾഫിൽ ചെയ്ത് കൃത്യമായിട്ടുള്ള പ്രോമിസസ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഓഫർ ടു പെർഫോം, എന്താണ് ഓഫർ ടു പെർഫോം എന്ന് പറഞ്ഞാൽ? അറ്റംപ്റ്റഡ് പെർഫോമൻസ്. ദെൻ നമുക്കിതിൽ 60 ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. 52ാമത്തെ ചോദ്യം, വിച്ച് ഇസ് നോട്ട് ദി എസെൻഷ്യൽ ഓഫ് എ വാലിഡ് ടെൻഡർ. വാലിഡ് ടെൻഡറിന്റെ എസെൻഷ്യൽ അല്ലാത്തതാണ്. ടെൻഡർ മസ്റ്റ് ബി കണ്ടീഷണൽ എന്ന് പറയുന്നതാണ് അതിൽ ആൻസർ. ദെൻ ഓഫർ ഓഫ് എ പെർഫോമൻസ് ഈസ് നോൺ ആസ് എ ഓർ ആൻ. ടെൻഡർ ആണ്. ആൻഡ് ഓഫർ ഓഫ് പെർഫോമൻസ് ഇസ് നോൺ ടെൻഡർ. ദെൻ അടുത്തത്, the offer to perform the contract must be unconditional. A promises ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. രണ്ടുപേരും ഒരു കൺസിഡറേഷന്റെ ഇതിൽ പുറത്തില് പ്രോമിസസ് കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിനെ റെസിപ്രോക്കൽ പ്രോമിസസ് എന്നാണ് വിളിക്കുക. ദെൻ അടുത്തത്, എക്സ്റ്റോർപി കോസ നോൺ ഒറിറ്റർ ഓപ്ഷൻ മീൻസ് ഫ്രം ആൻ ഇല്ലീഗൽ കോസ് നോ ആക്ഷൻ എറൈസ്. അടുത്ത ചോദ്യം, കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്ട് ഓഫ് എൻ എഗ്രിമെന്റ് ഇസ് അൺലോഫുൾ ഇഫ് ഇറ്റ് ഇസ് ഫ്രോഡുലന്റ്. ഫ്രോഡുലന്റ് ആണെങ്കിൽ കൺസിഡറേഷനും ഒബ്ജക്റ്റ് ഒക്കെ അൺലോഫുൾ ആയിട്ടാണ് മാറുക. ദെൻ അടുത്തത്, ഒരു സ്റ്റിഫ്ലിംഗ് എഗ്രിമെന്റിനെ നമ്മൾ വോയിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് എഗ്രിമെന്റ്സ് ആർ വാലിഡ്. ഇതിൽ ഏതാണ് വാലിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അൺസർട്ടൻ എഗ്രിമെന്റ് ആണെങ്കിൽ അത് വാലിഡ് അല്ല. എഗ്രിമെന്റ്സ് ടു ഇമ്പോസിബിൾ ഇവന്റ്സ്, നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് എഗ്രിമെന്റ് ഏർപ്പെടുന്നത് വാലിഡ് അല്ല. ദെൻ വേജറിംഗ് എഗ്രിമെന്റ്സും വാലിഡ് അല്ല. അപ്പോൾ നൺ ഓഫ് ദി എബവ് ആണ്.
ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് അഗ്രിമെന്റ്സ് റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് ഈസ് വാലിഡ്? നമ്മൾ എന്താ പറയുക, ഒരു ട്രേഡ് തടയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എഗ്രിമെന്റ് വിത്ത് ബയർ ഓഫ് ഗുഡ് വിൽ, ട്രേഡ് കോമ്പിനേഷൻ നോട്ട് ഒപ്പോസ് ടു പബ്ലിക് പോളിസി, പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ്സ്. അപ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് MCQ വരാം. കൃത്യമായിട്ട് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് റിവിഷനും ഏകദേശം കഴിയും. പല ടേംസിന്റെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. സോ ബാക്കിയുള്ള പാർട്ട് വീഡിയോസും കൃത്യമായിട്ട് തന്നെ കണ്ടുപഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.